1.5 വർഷത്തെ ലീവിന് ശേഷം നന്ദന തിരിച്ചെത്തി. തിരിച്ചെത്തിയ എന്ത് പ്രമാണിച്ചിട്ടാണ്? എൻ്റെ കല്യാണം തന്നെ. മെയ് 3-ന് അപ്പോൾ എൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നന്ദന നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാൻ, കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസലാവില്ല, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അവൾ എത്തി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് പേര്. സത്യത്തിൽ കാറിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ അവളെ എവിടെ ഇരുത്തും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഫ്ലവർ വാങ്ങി അവൾക്ക് സർപ്രൈസ് ആയിട്ട് മേമെടുത്ത് ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്കൊരു സന്തോഷമാവുമല്ലോ. നന്ദനയുടെ ഒരു ഫ്രണ്ടായിരുന്നു കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവൻ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇൻ്റർനാഷണലിൻ്റെ അറൈവലിൻ്റെ അവിടെ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കറക്റ്റ് എവിടെയെന്നുള്ളത്. കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ അറൈവലിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വേഗം ഓടിയിട്ടോ, കാരണം അവളായിട്ട് ഇനി വന്നിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. ടൈം വൈകിയൊന്നും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഓടിയിട്ടിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ ക്യാമറയും പിടിച്ചിങ്ങനെ ഓണാക്കിയിട്ട് കുറേ നേരം നിൽക്കുമായിരുന്നു. ഇവളെ മാത്രം കാണുന്നുണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വരികയായിരുന്നു. പിന്നെയാണ് അവൾ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും പാടങ്ങനെ നല്ല ടാറ്റ കൊടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. സത്യത്തിൽ ഞങ്ങളുടെ വീഡിയോ എടുത്തതാണ് സൂപ്പർ, കാരണം ഞങ്ങളിവിടെ അത്രയും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ മേമടത്ത് വേഗം പോയിട്ട് അവൾക്ക് ഫ്ലവറൊക്കെ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഫ്ലവറൊക്കെ കൊടുത്തപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. പിന്നെ അവർ നല്ല കെട്ടിപ്പിടിക്കലും ഉമ്മയ്ക്കലും അങ്ങനെ കേട്ടോ. പിന്നെ അവളത്ത് ആ ഫോട്ടോയ്ക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് നിഗിയും കിരണേട്ടനൊക്കെ വരട്ടെ, ഇവള് മാത്രമേ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ളവർക്കും കൂടി ഒരു വെയിറ്റിംഗ് ആണ് കല്യാണത്തിൻ്റെ ആ ഒരു ഉഷാർ വരെ.